കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം പുരോഗമിക്കുന്നു. പാതയുടെ നിർണായക ഘട്ടമായ പാറ തുരക്കൽ നാളെ ആരംഭിക്കും. രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് ലഭ്യമായത് കഴിഞ്ഞ ആഴ്ചയാണ്. ഇതോടെ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ അനുമതിയും ലഭ്യമായിട്ടുണ്ട്. പാറ തുളയ്ക്കുന്നതിനുള്ള ഭീമൻ യന്ത്രം നേരത്തെ മേപ്പാടിയിലെത്തിയിരുന്നു. സാൻവിക് കമ്പനിയുടെ സർഫസ് ടോപ്പ് ഹാമർ ഡ്രിൽ റിഗർ എന്നുപേരുള്ള ഭീമൻ യന്ത്രമാണ് വയനാട്ടിലെത്തിയത്. തുരങ്കപാത നിർമ്മിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതിന് കൃത്യമായ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് യന്ത്രങ്ങളുടെ ദൗത്യം. ഋഷികേശിൽ നിന്ന് റോഡ് മാർഗമാണ് യന്ത്രങ്ങൾ എത്തിച്ചത്. അപകട സാധ്യത മുൻനിർത്തി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 100 പേർക്ക് മാത്രമാണ് സ്ഥലത്തേക്ക് പ്രവേശനമുള്ളൂ. ഈ ആളുകളുടെ തന്നെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ ആളുകൾക്കും പാറ പൊട്ടിക്കൽ, അനുബന്ധ പരിപാടികൾ എന്നിവ കാണുന്നതിന് ആനക്കാംപൊയിൽ സ്കൂളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് മുത്തപ്പമ്പുഴ മറിപ്പുഴയിലെത്തി ഈ 6-ാം തീയതി രാവിലെ 11 മണിക്ക് നിർവഹിക്കുകയാണ്. ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എന്നത് നിയന്ത്രിതമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഈ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കപ്പെടുന്ന മറിപ്പുഴ പദ്ധതി പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു. അത് മുൻകൂട്ടി പാസ് ഇഷ്യൂ ചെയ്ത ഇൻവൈറ്റീസ് ഇട്ടുള്ള ആളുകൾ മാത്രമാണ് അവിടെ പ്രസ്തുത ചടങ്ങിന്റെ ഭാഗമായി പ്രസ്തുത സ്ഥലത്ത് 100 പേരോളം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാക്കിയിട്ടാണ് അവിടെ നിർവഹിക്കുന്നത്. അതോടൊപ്പം ഈ പരിപാടി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലൈവ് സ്ട്രീമിംഗ് ആയി നമ്മുടെ മുത്തപ്പമ്പുഴ LP സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ആളുകൾക്ക് ഇരുന്ന് കാര്യങ്ങൾ കാണാനുള്ള ഒരു വേദി മുത്തപ്പമ്പുഴ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ആനക്കാംപൊയിൽ ഭാഗത്ത് സമീപന റോഡ് പ്രവൃത്തി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മേപ്പാടി ഭാഗത്ത് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 31-ന് ആനക്കാംപൊയിലിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ആനക്കാംപൊയിലിൽ നിന്ന് കേവലം 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനാകും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.